മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. എവിടെയാണ്? തിരുവനന്തപുരം. ഏത് സ്കൂള്? മടവൂർ NSS. അടുപ്പിച്ച് വെച്ച മൈക്കന്ന്. മടവൂർ NSS HS. എന്താണ് ഐറ്റം? സംസ്കൃതം പാഠകം. എനിക്ക് അതിനെ കുറിച്ച് പറ്റിയ ഐഡിയ ഇല്ല, അതാണ് കുഴപ്പം. പാഠകം എന്ന് പറയുന്നത് പുരാണമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളൊരു കലയാണ്. അപ്പം ആദ്യം അതിന്റെ ശ്ലോകങ്ങൾ പറഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി വിവരിക്കുക എന്നുള്ളതാണ് ഈ ഒരു കലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് ചെയ്താലോ? ഓക്കെ, ഞാൻ മൈക്ക് പിടിക്കേണ്ടതൊന്നുമില്ല, അങ്ങനെ അടുപ്പിടിച്ച് പറയുമല്ലോ അല്ലേ? ഓക്കെ. എങ്കിലോ പണ്ട് ദ്രുപദ മഹാരാജാവ് നിശ്ചയിച്ച തന്റെ പുത്രി പാഞ്ചാലിയുടെ സ്വയംവരം വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ച് രാജാക്കന്മാരെ ക്ഷണിച്ച സമയത്തിങ്കൾ ഭൂമണ്ഡലവർത്തികളായിട്ടുള്ള സകല രാജാക്കന്മാരും പാഞ്ചാല രാജധാനിയെ പ്രാപിഭൂതം ചെയ്തു. തദനന്തരമാകട്ടെ ദേവോസൗ വാസുദേവോ ദ്രുപദ നൃപദനോജോത്സവം മാനയിഷ്യൻ പാർത്ഥാനാം കീർത്തിലക്ഷ്മീമപി നൃപസവിധോധയിഷ്യന്നമുഷ്യാം സന്നദ്ധൈ സാത്വദൗഘൈ സഹജഹലഭൃദാദൽപുരം സത്യഭാമായുക്തോ ഭക്തൈകബന്ധു സ്വയമദ ഭഗവാനാജഗാമാഗമാത്മാ അസൗ വാസുദേവ ദേവ അഭിതത്പുരം ആജഗാമ. വാസുദേവനാണ് ദേവനും തത്പുരത്തെ ആഗമിച്ചു. വാസുദേവനും ആ രാജധാനിയെ പ്രാപിച്ചു. വാസുദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണനും ആ രാജധാനിയെ പ്രാപിച്ചു എന്നാ പറഞ്ഞത്. ഏത് രാജധാനി? പാഞ്ചാല രാജധാനി. എന്നാൽ ഇതേതാ സമയമാണെങ്കിൽ ദ്രുപദ മഹാരാജാവ് പാഞ്ചാല രാജാവ് തന്റെ പുത്രി പാഞ്ചാലിയുടെ സ്വയംവരം വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ചു. അതെന്താ അങ്ങനെ പറഞ്ഞത്? സ്വയംവരം എന്ന് പറഞ്ഞാൽ വിവാഹം. വിവാഹങ്ങൾക്കൊക്കെ പരീക്ഷ പതിവുണ്ടോന്നാണെങ്കിൽ അങ്ങനെയല്ല. പിന്നെയോ പാഞ്ചാലി അർജുനന് കൊടുക്കാമെന്നാ നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കണ കാലത്താണ് കേട്ടത് അർജുനനും മറ്റു പാണ്ഡവരും അരക്കിലത്തിൽപ്പെട്ട് വെന്തു മരിച്ചൂന്ന്. അപ്പോ പിന്നെ പുത്രിക്ക് യോഗ്യനായിട്ട് മറ്റൊരു വരനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരായുധ മത്സരം നിശ്ചയിച്ചു, വീരപരീക്ഷ. അതിലെ ജയിക്കുന്ന ആൾക്ക് പാഞ്ചാലിയെ കൊടുക്കാമെന്നും തീർച്ചയാക്കി. അങ്ങനെ രാജാക്കന്മാരേക്ക് ക്ഷണിക്കലും കഴിഞ്ഞു. ആ ക്ഷണം സ്വീകരിച്ച് സകല രാജാക്കന്മാരെന്നാണ് പറയാൻ അവിടെ എത്തലും കഴിഞ്ഞു. കേമന്മാരായിട്ടുള്ളവര് അന്നവധി അവിടെ എത്തിയിട്ടുണ്ട്. മഗധ രാജാവ് ജരാസന്ധൻ, ചേതി രാജാവ് ശിശുപാലൻ, കൗരവ ചക്രവർത്തി ദുര്യോധനൻ, കർണനെയും കൂട്ടിയിട്ട് പുറപ്പെട്ടിട്ട് എന്ന് വേണ്ട സകല രാജാക്കന്മാരും അവിടെ എത്തല് കഴിഞ്ഞു. അതിന്റെ ശേഷം ഭഗവാൻ കൃഷ്ണനും പാഞ്ചാല രാജധാനിയെ പ്രാപിച്ചു. ഗംഭീരമായിട്ടുണ്ട് മോളെ, ഗംഭീരമുണ്ട്. അനുപന്തളം, നമ്മുടെ അനുപന്തളത്തിന് അറിയില്ലേ? അറിയാതെ ആരാ ഉള്ളതെന്ന് എനിക്കറിയണമല്ലോ, അറിയില്ലേ? അങ്ങനെ വിളിക്കോ, മനസ്സിലായോ? നമ്മുടെ ഈ ഇടയ്ക്ക് ഒരു സിനിമ സംവിധാനം ചെയ്ത് നിങ്ങളെയൊക്കെ ഉടായ്പകൾപ്പെടുത്തുന്നതാണ്. എന്നെ ഉടായ്പപ്പെടുത്താൻ ഒത്തിരി നോക്കിയ പക്ഷേ ഞാൻ വീണിട്ടില്ല. പറയൂ. ഹൈദരാലിയുടെ ചതിയിൽപ്പെട്ടതാണ് ഇപ്പൊ പെട്ടെന്ന്. ഞാൻ അതിലെ പോയപ്പോ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് വിളിച്ചു നോക്കിയിട്ട് കൈ കാണിച്ചിട്ട് പോകാന്ന് വിചാരിച്ചാണ്. അങ്ങനെ കൈ കാണിച്ചാൽ വിടാൻ പറ്റുമോ നമുക്ക്? ഇല്ല, തീർച്ചയായിട്ടും. അപ്പൊ അനുപേട്ട ഒരു പാട്ട് പാടും, നിങ്ങൾ ഓടില്ലേ? നിങ്ങൾ കയറിക്കോ, മോളിൽ നിൽക്കണം, കയറിക്കോ. അടിപൊളി ഒരു പാട്ട്, എല്ലാവരും എത്തിക്കോ. ഈ പിള്ളേര് നമുക്ക് ഇന്നലെ തൊട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പിള്ളേരാണ്, നമ്മുടെ ഗംഭീര കുട്ടികളത്. അടിപൊളി പാട്ട്. ഏത് പാട്ട് പാടുന്നു ചോദിക്കോ. ഞാൻ ഒരുപാട് സംഗീതം വലുതായിട്ട് പഠിച്ചില്ലെങ്കിലും കുറെ സംഗീതം പഠിക്കണമെന്ന് ഒരു മൂളിപ്പാട്ട് പോലും പാടിയിട്ടില്ല. ഇങ്ങനെ എന്നെ ചതിച്ചതാണ്. പാടാൻ അറിയാവുന്നവർ പാടിയ ഞാൻ ഇവിടെ നിന്ന് കൈയടിക്കും. നടക്കില്ലെന്ന് പറയാം. ഇല്ല, അല്ല അറിയാവുന്ന ഐറ്റം ചെയ്യാൻ പറയാം. എന്താന്ന് എന്ത് ചെയ്യും? നിങ്ങളൊക്കെ കാണുക എന്ന് പറഞ്ഞാലേ ഏറ്റവും വലിയ ടാസ്ക്. അല്ല ഐറ്റം ചെയ്യും, ഐറ്റം പലതും ചെയ്യുന്നതാണ് കേട്ടോ. പ്രവീൺ ചേട്ടൻ എവിടെ? പ്രവീൺ ചേട്ടൻ എന്നെ തപ്പി നടക്കുമായിരിക്കും. പ്രവീൺ ചേട്ടൻ തപ്പി നടപ്പിന്റെ ഇവിടെ തന്നെ ഉണ്ട്. ലിച്ചൂടെ പാട്ടിനെ പഠിക്കും. കവിതയോടൊപ്പം ചൊല്ലും. എല്ലാം ഇന്ന് റെഡിയാ. പിന്നെ പാതി വിരിഞ്ഞോരു പൂമൊട്ടു ഞാൻ എന്റെ മോഹങ്ങൾ വാടി കരിഞ്ഞു പോയി. ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെന്റെ ഓരോ ദലവും കൊഴിഞ്ഞു പോയി. പാതി വിരിഞ്ഞോരു പൂമൊട്ടു ഞാൻ എന്റെ മോഹങ്ങൾ വാടി കരിഞ്ഞു പോയി. ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെന്റെ ഓരോ ദലവും കൊഴിഞ്ഞു പോയി. സൂര്യകാന്തി പൂവു ഞാൻ ഇന്നും എന്റെ സൂര്യനെല്ലിക്കാട്ടിലേകയായി. പേടിപ്പെടുത്തുന്ന മൂളലാണിന്നും ആ പേവിഷത്തുമ്പി
കിളികൾ പാറിടുന്നു. പാതി വിരിഞ്ഞൊരു പൂമൊട്ടു ഞാൻ എൻ്റെ മോഹങ്ങൾ വാടി കരിഞ്ഞു പോയി. ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെന്റെ ഓരോ തലവും കൊഴിഞ്ഞു പോയി. കുട്ടി കവിത ഇല്ലല്ലോ, കേട്ടില്ലേ അനു? വളരെ മനോഹരമായി. ഞാൻ ഇത് കേട്ട് കുറച്ചു, അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ടാസ്കിൽ പോയതുകൊണ്ട് ഫുള്ള് കേട്ടില്ല. പക്ഷെ എന്നാലും മനോഹരമായ കവിതയാണ്. മനോഹരെ അനൂപിന് ഈ സ്റ്റേജിൽ വെച്ച് എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് എനിക്കറിയാം. നിങ്ങളെ തലക്കടിച്ച് കൊല്ലാൻ പറ്റും. അതിനപ്പുറത്തേക്ക് എന്തൊരു ചിരിയാ ചേച്ചി ചിരിച്ചോന്നൊക്കെ എന്റെ തലക്കടിച്ചു കൊല്ലുമെന്ന് പറഞ്ഞപ്പോ നിന്റെ മമ്മിയാണ് ചിരിച്ചത്. എന്താ പൊന്നും മോളെ. മമ്മിയെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയാൻ പറയൂ. എന്നാ മമ്മിയെ കുറിച്ച് രണ്ട് കാര്യം പറയൂ. മമ്മി നല്ല മമ്മിയാ, അടിപൊളിയാ, കോമഡിയാ. ഉണ്ടാക്കിയില്ലേ കോമഡി പറയും. എന്നാ കോമഡി പറയാൻ മമ്മി കയറി വരൂ, നമുക്ക് കോമഡി ഷോ ആക്കാം. മമ്മി പ്ലീസ് വരരുന്നില്ല, മമ്മിക്ക് വെള്ളം ഇഷ്ടമല്ലാന്ന്. അപ്പം അനൂപേ, ഇവർക്ക് ഒരു ചെറിയ ചോദ്യങ്ങൾ, കുസൃതി ചോദ്യങ്ങൾ അനൂപ് ചോദിക്കും. ഇവര് ഉത്തരം പറഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കും. സത്യമായിട്ട് ഞാൻ ഇതിലെ വെറുതെ പോയപ്പോ ഇക്കായെ കണ്ടുകൊണ്ട് കൈ കാണിച്ചതാണ്. എന്നെ ചോദ്യം ചോദിച്ച് കുഴപ്പിക്കരുത്. എന്നാ അനൂപിന്റെ അടുത്ത പ്രൊജക്ടിനെ കുറിച്ച് പറയും. അടുത്ത പ്രൊജക്ട് വരുന്നുണ്ട്, അതിന്റെ പണിയിലാണ്. ഒരു വലിയ പരിപാടിയാണ്, സിനിമയാണ്. ഞാനിപ്പോ ചെയ്തത് ഷെഫീഖിന്റെ സന്തോഷം ഉണ്ണിമോഹന്റെ. അതെ, താങ്ക്. അപ്പൊ അടുത്തത് ഒരു വലിയ പ്രൊജക്ട് ആണ്, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു റിവീൽ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിൽ നിൽക്കുന്നു. നമുക്ക് ഉറപ്പായിട്ട് ഇക്കാക്ക് അറിയാവുന്ന കാര്യമല്ല, അതുകൊണ്ട് ഇക്കായും പറയരുത്. ഈ കലോത്സവ വേദിയിൽ വല്ല താരങ്ങളെ കണ്ടെത്തുന്നുണ്ടോ? ഒന്നിലും എന്തെങ്കിലും തീരുമാനമുണ്ടാക്കിയിട്ട് വരത്തുള്ളൂ. ഇതുപോലൊരു ചോദ്യങ്ങളും അതുപോലെ തന്നെ ഈ ആൾക്കാരെ പിടിച്ചു നിർത്താനുള്ള കഴിവും അതിനേക്കാൾ ഉപരി മനസ്സിൽ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പോലും വെളിയിൽ കൊണ്ടുവരാനുള്ള കഴിവും ദൈവം ഇക്കാക്ക് തന്നേക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇനിയുള്ള അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാവും, ഓഡീഷൻ കോളൊക്കെ ഉണ്ടാവും. എനിക്കിതൊക്കെ അവസരം മേടിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ. മൊബൈൽ നമ്പർ പറഞ്ഞു വെച്ചു കുട്ടികൾ കേട്ടോ. വലിയ സന്തോഷം. എന്തായാലും തകർത്തോണ്ടിരിക്കുകയാണ് ഹൈദരാലിക്കണ മീഡിയ. ആരാ സിനിമയിൽ എടുക്കുമായിരുന്നു അധിക ഫാത്തിമ, അവള് മോണാറ്റ് നന്നായിട്ട് എടുക്കും, കളിക്കും. ഈ കുട്ടിയുടെ ക്ലാസ്സിലല്ല പഠിക്കുന്നത്? അല്ല, മോള് വേറെ ഒന്നാണ്. നിങ്ങൾ എന്തിനാ ഈ മനോഹരമായ കവിത ചൊല്ലുന്ന ഈ വേദിയിൽ നിങ്ങൾ വന്നിരിക്കുന്നത് എന്തിനാണ്? അത് പറയും. നമുക്ക് എ ഗ്രേഡ് ഉണ്ട്. എനിക്കറിയാം, അതുകൊണ്ട് വെറുതെ ചോദിച്ചാണ്. അല്ല, ഈ കുട്ടികൾ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് കാണുന്ന ഏത് കലോത്സവ വേദി പോയാലും നമ്മളെ തിരിച്ചറിഞ്ഞ് ഇവിടെ വരുന്ന കുട്ടികളാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറയുന്ന ഈ മഹത്തായ വേദിയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പല സ്കൂളുകളിലുള്ള കലാവൈഭവമുള്ള കുട്ടികൾ ഒന്നിച്ചു ചേരുകയും ആഘോഷമാക്കുകയും ചെയ്യുന്നതിന്റെ ഒരു സന്തോഷം വളരെ വലുതാണ്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം. എനിക്ക് വലിയ സന്തോഷം. ഇങ്ങനെ ചൂടുള്ളത് കൊണ്ട് ഇത്തിരി വിയർപ്പ് കൂടുതലാണ്. അതുകൊണ്ട് ചൂട് ഇവിടെ തണുക്കും എല്ലാവരും. അതുകൊണ്ട് ഒരു നാടൻ പാട്ടൊക്കെ പാടാലോ. നല്ല മഴയായിരുന്നു. മഴയത്ത് എവിടെയായിരുന്നു അനൂപ്? മഴയത്ത് അനൂപ് എവിടെയായിരുന്നു? ഞാൻ വണ്ടിയിലായിരുന്നു, വന്നിറങ്ങിയതുള്ളായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. ഇവിടെ മൊത്തം വെള്ളക്കെട്ടായിരുന്നു. നമ്മളെല്ലാം ബുദ്ധിമുട്ടിയ ഒരു സംഭവമായിരുന്നു. അപ്പം അനൂപ് ഒത്തിരി സന്തോഷം ഈ സമയത്ത് ഇവിടെ കയറി ഞങ്ങളോട്. ഈ ഒരു സ്കൂൾ കലോത്സവ വേദിയിൽ എത്താൻ കഴിഞ്ഞത് ഇക്കായെ കാണാനും പ്രതിഭകളോടൊപ്പം നിൽക്കാൻ പറ്റുന്ന വലിയ ഭാഗ്യം. അതിനേക്കാൾ ഉപരി ഇപ്പൊ താങ്കളുടെ മീഡിയ തകർത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ സന്തോഷം. താങ്ക് യു വെരി മച്ച്. അപ്പൊ അനൂപിന് നല്ലൊരു കൈ കൊടുത്ത് നമുക്ക് അല്ലേ? അപ്പം മോളെ പോകാൻ ധൃതി വയ്ക്കുന്നുണ്ട് ഇല്ലല്ലോ? പോകാൻ ധൃതിയില്ലല്ലോ? അങ്ങനെ നോക്കി പറഞ്ഞു. എന്ത് പേടിക്കണേ? ലേറ്റ് ആയിട്ട് വന്നോണ്ട് ലേറ്റസ്റ്റ് ആയി വരും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞ കേട്ടോ. മോളെ കൂടെ വന്നിരിക്കുന്ന ആരൊക്കെയാണ്? മാമൻ, അമ്മ, എന്റെ സംസ്കൃതം ടീച്ചർ, അമ്മമ്മ, അപ്പൂപ്പൻ. അമ്മമ്മ, അപ്പൂപ്പൻ എല്ലാരും ഉണ്ട്. മമ്മി പാട്ട് പാടുവോ? അമ്മ പാട്ട് പാടും. അതിനകത്ത് ആരും മാമൻ പാട്ട് പാടും. മാമൻ വന്നിട്ട് പോയാൽ മതി. മാമൻ പാട്ട് പാടും. മാമൻ വാ. മാമൻ വരുമോ? എന്താണ് മാമ മാമൻ വരൂ. മാമൻ വരുന്നില്ല. മാമന് നല്ലൊരു കൈ കൊടുക്കുക. നിങ്ങളിനി ഫുള്ള് സ്റ്റേജിലുണ്ടെന്ന് പരിപാടി ഒന്ന് തീർന്നത്. അങ്ങനെ അങ്ങനെ കയറിക്കോ. എനിക്ക് ഇടയ്ക്ക് ഒരു വിശ്രമമല്ലോ. മാമൻ വന്നു. മാമൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കോ. ആങ്കർ ചെയ്യോ? അപ്പം എങ്ങനെയാണ് പേര്? ഹരിതനല്ലേ? പാട്ടൊക്കെ നന്നായിട്ട് പാടുന്നതാണ് ഇപ്പൊ പറഞ്ഞത്. പാട്ട് പാടും. കവിതയാണ്. നിങ്ങളെല്ലാം കവിതയാണല്ലോ. അപ്പൊ എന്നാ നല്ലൊരു കവിത. ആരുടെ കവിതയാണ്? എന്റെ അധ്യാപകനായിട്ടുള്ള മുരുകൻ കാട്ടാക്കട. എത്രയോ നല്ല കവിതകളുണ്ട്. ഏതാണ് പറഞ്ഞത്? ഏതാണ് ചൊല്ലുന്നത്? കാട്ടാക്കടയുടെ
കന്നഡകൾ അതൊരു ക്ലീശ ആയിട്ട് വരില്ല. ഏതാണ്? കന്നഡ. ഓക്കെ, കന്നഡ സൂപ്പർ കവിതയല്ലേ? മങ്ങിയ കാഴ്ചകൾ കണ്ടു അല്ലേ? മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കന്നഡകൾ വേണം, കന്നഡകൾ വേണം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കന്നഡകൾ വേണം, കന്നഡകൾ വേണം. ഒരാളൊരിക്കൽ കണ്ണട വെച്ചു ചെകിടടി വെടിയുണ്ട്, വേറൊരാളൊരിക്കൽ കണ്ണട വെച്ചു കല്ലറി കുരുക്ഷേത്രം. കൊത്തിയുടയ്ക്കുക സ്ഫടികക്കാഴ്ചകൾ, സ്ഫടിക സവിധം പോലെ സുഹൃതം. നാടുമുടിച്ചു വരുന്നൊരു മാവേലിത്തറ കാണും വരെ നാം കൊത്തിയുടയ്ക്കുക കാഴ്ചകൾ, ഇടയൻ മുട്ടി വിളിക്കും കാലം കാക്കുക. സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ. പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ ആയിട്ടാണ് ആ കവിത ചൊല്ലിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒത്തിരി കവിതകൾ ചൊല്ലാറുണ്ടല്ലേ? കുറച്ചൊക്കെ കവിതകളുണ്ട്. ഈ മുരുകൻ കാട്ടാക്കയുടെ കവിതകളെല്ലാം ഹിറ്റ് കവിതകളാണല്ലോ. എക്കണോമിക്സ് ആയിരുന്നു എന്റെ അധ്യാപകനായിരുന്നു. അധ്യാപകനായിരുന്നു അല്ലേ? അദ്ദേഹത്തിന്റെ കവിതകൾ എപ്പോഴും ഓർത്തിരിക്കാവുന്ന കവിതകളാണ്. അത് ഞാൻ ഹരിമാനത്തിന്റെ ഫോളോവർ കൂടിയാണ്. അതെ അല്ലേ? അപ്പൊ ഒത്തിരി സന്തോഷം മോളെ, ഒത്തിരി സന്തോഷം കേട്ടോ. മോള് തന്നെ മാമൻ കവിത ചൊല്ലി പാട്ട് പാടുന്നു വിളിച്ചു. മമ്മി പാട്ട് പാടുന്നു പറഞ്ഞിരുന്നു, നമുക്ക് വരാൻ ഒരു മടിയാണെന്നാണല്ലോ. പാടുന്നല്ലേ? ചെറുതായിട്ട് മൂളിപ്പാട്ടൊക്കെ. ചെറുതായിട്ട് മൂളിപ്പാട്ട് പാടുള്ളൂ, ഒന്ന് വരാമല്ലേ? എന്താണ് വരില്ലാന്ന് പറയുന്നത്? ഈ ബൈക്ക് കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? വരില്ലേ? പാടില്ല. കവിത ചൊല്ലോ, ഡാൻസ് ചെയ്യോ, സിനിമാറ്റിക് ഡാൻസ്, ഭരതനാട്യം, ഒന്നും വെറുതെ പറയണം കേട്ടോ. നമ്മള് ഇന്ന് പറ്റില്ല എന്നല്ലേ പറഞ്ഞല്ലോ. അടുത്ത വേദിയിലോ അടുത്ത വർഷം ഓർമ്മ വേണം കേട്ടോ. അടുത്ത വർഷം ഞാനുണ്ടാവും. മോളെ വരുമ്പോൾ മമ്മിയെ വിളിച്ച് ഒരു പാട്ട് പാടിക്കണം. അപ്പോൾ ഒത്തിരി സന്തോഷം. താങ്ക് യു.